ദൈവജനമേ, ആധുനിക സുഖ സൗകര്യങ്ങളോടെ കമ്പ്യൂട്ടർ യുഗത്തിൽ കഴിയുന്ന നമ്മളും ദൈവത്തെ തള്ളിപ്പറയുന്നു. ലൗകിക ജഡിയാസക്തികളുടെ പുറകെ പോയി നമ്മളുടെ പാപഭംഗിലമായ നമ്മുടെ ജീവിതത്തെ ന്യായീകരിച്ച് അത് സാധാരണയാക്കി മാറ്റാൻ ശ്രമിക്കുകയല്ലേ. വൃദ്ധരായ മാതാപിതാക്കളെ പോലും പുറന്തള്ളി അവർ നമ്മളെ വളർത്തിയതാണ് എന്നുള്ള തിരിച്ചറിവില്ലാണ്ട് യാന്ത്രികമായി ഒരർത്ഥവുമില്ലാണ്ട് ജീവിക്കുകയല്ലേ നമ്മൾ. പുത്തൻ സംസ്കാരങ്ങൾക്ക് അവർ ശല്യമാണെന്ന് തോന്നുമ്പോൾ തീർത്ഥാടനത്തിനും വിനോദയാത്രയ്ക്കുമാണെന്ന് നുണ പറഞ്ഞ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി സ്നേഹത്തോടെ എന്ന വ്യാജേന ഇരുത്തിയ ശേഷം ഉടനെ വരാമെന്നും പറഞ്ഞ് സ്ഥലം വിടുകയല്ലേ നമ്മൾ. മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം തിരിച്ചു വരാത്ത മക്കളെ ഓർത്ത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ചോരയും നീരും കളഞ്ഞ് തളർന്ന ശരീരവും വിങ്ങുന്ന ഹൃദയവുമായി വിധിയെ പഠിച്ചുകൊണ്ട് ശിഷ്ടകാലം ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിലോ റോഡരികിലോ നരകിച്ചു തീർക്കാൻ നിയോഗിക്കപ്പെട്ട ഹതഭാഗ്യരായ മാതാപിതാക്കൾ, വൃദ്ധജനങ്ങൾ നമ്മുടെ ചുറ്റുമില്ലേ? എത്രയോ പേർ ദൈവമേ സഹായിക്കണമേ എന്ന് സീലോഹ കുളത്തിൻ്റെ തൊട്ടടുത്ത് കിടന്ന ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. ഒരു ഗദ്ഗതം ആ മനുഷ്യനിൽ നിന്നുയർന്നു. പലതരം വ്യാകുലതകളാൽ നീറി പുകഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ അറിയാതെ ആ വ്യക്തി മയങ്ങിപ്പോയി. എത്ര സമയം അങ്ങനെ കിടന്നുവെന്നറിയില്ല. തിക്കും തിരക്കും ബഹളവും കേട്ട് ഞെട്ടിയുണർന്നപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പിടച്ചു. എല്ലാവരും കുളത്തിലേക്ക് ഇറങ്ങാനുള്ള തത്രപ്പാടിലായിരുന്നു. അതിനിടയിൽ ആരൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, തിരയിളക്കം, തിരയിളക്കം. അടുത്തുകൂടി പോയിരുന്നവർക്ക് നേർക്ക് ആർദ്രമായി നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ആരും കേട്ടില്ല. അഥവാ കേട്ടവർ സ്വന്തം കാര്യം വേണ്ടെന്ന് വെച്ച് അപരിചിതനെ സഹായിക്കുമോ? നമ്മളും ഇതുപോലല്ലേ? സ്വാർത്ഥ താല്പര്യം മാത്രം. അത് നേടാൻ എത്ര സമയം വേണമെങ്കിലും നമുക്കൊഴിവുണ്ട്. പണത്തിൻ്റെ കാര്യത്തിലും പിശുക്ക് കാണിക്കില്ല. എങ്ങനെയെങ്കിലും കാര്യം നടന്നാൽ മതി. അതിനുവേണ്ടി അന്യനെ, സഹോദരങ്ങളെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ ഹിംസിക്കാൻ വരെ നാം തയ്യാറായേക്കും. മാർഗം എന്തുമായിക്കൊള്ളട്ടെ, ഉദ്ദേശം നടക്കണം. ആ പാവം തളർവാദ രോഗിയെ അതുപോലെ ആരും ശ്രദ്ധിച്ചില്ല. തിരയിളക്കം അവസാനിച്ചപ്പോൾ സുഖം പ്രാപിച്ചവർ സ്ഥലം വിട്ടു. കടന്നു പോകുന്നവരെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ആ മനുഷ്യനിരിക്കുമ്പോൾ അതാ കർത്താവ് കടന്നു വരുന്നു. കർത്താവ് അവനോട് കരുണ തോന്നി. കർത്താവ് അവനടുക്കൽ വരുന്നു. എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് കർത്താവ് പറയുന്നു. വിശ്വസിക്കാൻ അല്ലെങ്കിൽ അനുസരിക്കാൻ അല്പം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും ആ മനുഷ്യന്. യാന്ത്രികമെന്നോണം എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ആ വ്യക്തി നടന്നു. മനുഷ്യന് സാധിക്കാത്തത് ദൈവത്തിന് സാധ്യമാണ്.